അവരവരുടെ അനിമെ യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹീറോസ് അവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഹായോ ഗൈസ്, ഇന്നത്തെ എക്സ്പ്ലനേഷൻ ഗോക്കു വാസസ് സൈതാമ ആണ്. ഈ ബ്രോ ആണ് വീഡിയോ സജസ്റ്റ് ചെയ്തത്. സോ കുഡോസ് ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൺ പഞ്ച് മാൻ സീരീസിലെ പ്രോട്ടഗണിസ്റ്റാണ് സൈതാമ. ആൾമോസ്റ്റ് എല്ലാ വില്ലനെയും പുള്ളി ഒരു പഞ്ചിൽ തന്നെ ഫിനിഷ് ചെയ്യാറുണ്ട്. പുള്ളിക്ക് നല്ല സ്പീഡും ഡ്യൂറബിലിറ്റിയും വരുന്നുണ്ട്. കൂടാതെ തന്നെ ഗാരോയുമായിട്ടുള്ള ഫൈറ്റിൽ പുള്ളി വൺ പഞ്ച് മാൻ ഫാൻസിനെ ഷോക്ക് ചെയ്തിരുന്നു. ഇനി വരുന്നതാണ് ഗോക്കു. എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാരക്ടറാണ് ഗോക്കു. നമ്മുടെ ഡ്രാഗൺ ബോളിലെ പ്രോട്ടഗണിസ്റ്റാണ് ഗോക്കു. തൻ്റെ ലൈഫിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെതിരെ പൊരുതുക എന്നുള്ളതാണ് പുള്ളിയുടെ ഹോബി എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ ഫൈറ്റുകളിലൂടെ പുള്ളി സൂപ്പർ സൈൻ ബ്ലൂ, അൾട്രാ ഇൻസ്റ്റിൻറ്റ് പോലെയുള്ള ട്രാൻസ്ഫോർമേഷൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ അനിമെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി സ്പീഡിയസ്റ്റ് ക്യാരക്ടറാണ് ഗോക്കു. കോമ്പാറ്റ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഗോക്കുവിനാണ് കൂടുതൽ. കാരണം ഗോഡ് ലെവൽ ക്യാരക്ടേഴ്സുമായിട്ടാണ് ഗോക്കു ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സൈതാമയുടെ കാര്യം നോക്കുമ്പോൾ പുള്ളിയുടെ ട്രൂ ലിമിറ്റ് ഇപ്പോഴും റിവീൽ ആയിട്ടില്ല. നമ്മൾ കൺഫേംഡ് ഫീറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഗോക്കുവിനാണ് ഓവറാൾ കൂടുതൽ. ബട്ട് സൈതാമ ത്രൂ ഔട്ട് ദ സീരീസ് ഗ്രോവിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ആര് വിൻ ചെയ്യും? ഇപ്പോഴത്തെ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ ഗോക്കുവിനാണ് വിൻ ചാൻസ് കൂടുതൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മൾ 3Kയിലേക്കുള്ള ഓട്ടത്തിലാണ്. സോ പീക്ക് അനിമെ കണ്ടതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ തന്നെ നിങ്ങളുടെ അനിമെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ ഇറ്റാച്ചി എന്തുകൊണ്ട് ജിറായെ പേടിച്ചു എന്നറിയണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ്.